കേരളത്തിലെ പോലീസും ഭരണകൂടവും എന്ത് ചെയ്യുന്നു, ഒച്ചാനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ LDF ഭരിക്കുമ്പോൾ പരോളിൽ ഇറങ്ങിയ പ്രതികൾ എന്ത് ചെയ്യുന്നു, മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. പ്രതികളെ എന്ത് ചെയ്യുന്നു, CPM പേടിക്കുന്നു. TP കേസുമായിട്ട് CPM-ന് ബന്ധമില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ എന്തിനാണ് എന്ത് ചെയ്യുന്നത്, ഈ CPO-മാർക്കെതിരെ നടപടിയെടുത്ത അക്രമത്തിൽ പങ്കെടുക്കുന്നവർക്ക്, കൊലപാതകം ചെയ്യുന്നവർക്ക് രക്തസാക്ഷി പരിവേഷം കൊടുത്തുകൊണ്ട് ഒരു മഹാരഥന്മാരാക്കി എന്ത് ചെയ്യുന്നു, ചിത്രീകരിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയായിരുന്നു TP വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ നിന്ന് കോടതിയിലേക്ക് പോകുന്ന വഴി അവരെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തുകയും അവിടെ വെച്ച് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് കേസായ സമയത്ത് ഇപ്പോൾ തലശ്ശേരി പോലീസ് പറയുന്നത് ഈ പ്രതികൾ മദ്യപിച്ചു എന്നുള്ളതിന് തെളിവില്ലാത്തിടത്തോളം അല്ലെങ്കിൽ മറ്റാർക്കും പരാതി ഇല്ലാത്തിടത്തോളം അവർക്കെതിരെ കേസെടുക്കാൻ സാധിക്കില്ല എന്നാണ്. മാത്രമല്ല സർക്കാർ സ്വീകരിച്ച നടപടി എന്ന് പറയുന്നത് ഈ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ ചെറിയൊരു സസ്പെൻഷൻ, അങ്ങനെ ചെറിയ എന്തോ ഒരു ആക്ഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. മറ്റൊരിടത്ത് സദാനന്ദൻ മാസ്റ്ററുടെ ഇരു കാലുകളും വെട്ടിമുറിച്ച് മാറ്റിയ ആ ഒരു വിഷയത്തിൽ ആ ഒരു പ്രതികൾക്കെതിരെ ഇപ്പോൾ 31 വർഷങ്ങൾക്ക് ശേഷം കോടതി നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. അവരെല്ലാവരും ജയിലിലേക്ക് പോവുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഈ CPM പ്രവർത്തകരും അതുപോലെ KK ശൈലജ ഉൾപ്പെടെയുള്ളവർ വന്ന് ഇവർക്ക് യാത്രയപ്പ് നൽകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രത്തോളം കൊടും കുറ്റവാളികളായിട്ടുള്ള വ്യക്തികൾക്ക് നമ്മുടെ ഈ CPM എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സ്വീകരണവും അതുപോലെ തന്നെ യാത്രയപ്പ് വലിയ രീതിയിൽ ആഘോഷമാക്കുന്നത്? അല്ല, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ LDF ഭരിക്കുമ്പോൾ ആർക്കൊക്കെയാണ് അവർ സംരക്ഷണം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആരെയൊക്കെയാണ് പരീക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ പറയുന്ന പരോളിൽ ഇറങ്ങിയ പ്രതികൾ എന്ത് ചെയ്യുന്നു, മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. അവർ എന്ത് ചെയ്യുന്നു, ജയിലിലേക്ക് പോകുന്ന വഴിയിൽ ആഡംബരമായിട്ട് എന്ത് ചെയ്യുന്നു, ഹോട്ടലിൽ കയറി മദ്യപിക്കുന്നു. പോലീസ് എന്ത് ചെയ്യുന്നു, നിഷ്ക്രിയമായിട്ട് നിൽക്കുകയാണ്. സത്യത്തിൽ കേരളത്തിലെ ക്രിമിനലുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള, കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള, ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ക്രിമിനലുകളുടെ മുമ്പിൽ കേരളത്തിലെ പോലീസും ഭരണകൂടവും എന്ത് ചെയ്യുന്നു, ഒച്ചാനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കേരളത്തിലെ പോലീസ് ഇന്ന് എന്ത് ചെയ്യുന്നു, ക്രിമിനലുകളുടെ മുമ്പിൽ എന്ത് ചെയ്യാണ്, വല്ലാത്ത രീതിയിൽ പരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ക്രിമിനലുകളെ പേടിക്കുന്ന ഒരു പോലീസ് സംവിധാനമായി നമ്മുടെ പോലീസ് മാറിയിരിക്കുന്നു. കാര്യം കൊടുസുനിയെ പോലെയുള്ള ക്രിമിനലുകൾ പരസ്യമായിട്ട് ഇത്തരത്തിൽ അതിൻ്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ വരെ പുറത്തു വന്നിട്ടും എവിടെ തെളിവ് എന്നതാണ് എന്ത് ചെയ്യുന്നത്, പോലീസ് ചോദിക്കുന്നത്. കാര്യം അവർക്കെതിരെ നടപടിയെടുത്താൽ അല്ലെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രിമിനലുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, പരോള് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഇവിടെ TP കേസിന്റെ പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയിൽ കാലയളവിനെക്കാട്ടി കൂടുതൽ എന്താണ്, പരോളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയ്ക്കും ലിബറൽ ആയിട്ടുള്ള ഒരു പരോൾ സംവിധാനം മറ്റൊരു പ്രതികൾക്കും കേരളത്തിൽ എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാര്യം ഈ പ്രതികളെ എന്ത് ചെയ്യുന്നു, ഭരണകൂടം പേടിക്കുന്നു, പ്രത്യേകിച്ച് CPM പേടിക്കുന്നു, സംരക്ഷിക്കുന്നു. കാരണം പേടിച്ചില്ല എങ്കിൽ ഈ പ്രതികൾ എന്ത് ചെയ്യുന്നു, ഗൂഢാലോചന വെളിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവിടെ CPM തുടക്കം മുതലൊക്കെ പറയുന്നത് എന്താണ്, TP കേസുമായിട്ട് CPM-ന് ബന്ധമില്ല എന്നാണ് പറയുന്നത്. CPM-ന് എന്ത് ചെയ്യുന്നില്ല, അവരെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നത്, കേസെടുക്കാൻ? ഇതിലെവിടെ പോകണം, ഇതിന് എന്ത് തെളിവാണ് സ്വീകരിക്കേണ്ടത്, ഇനി എന്ത് തെളിവാണ് വേണ്ടത്? കഴിച്ചത് മദ്യമാണ് എന്നുള്ളതിന് തെളിവില്ലെന്നാണ്. ഇനി അത് കഴിച്ച ആൾക്കാർ നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ പരോൾ ഇറങ്ങിയ പ്രതികളെ കോടതിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിൽ ആഡംബര ഹോട്ടലിൽ കയറ്റി ഇത്തരത്തിൽ അവർക്ക് ഉല്ലസിക്കാൻ വേണ്ടി സൗകര്യം കൊടുക്കാൻ എവിടെയാണ്, ഏത് ജയിൽ പ്രോട്ടോക്കോളാണ് അല്ലെങ്കിൽ എന്ത് പോലീസ് മാനുവലാണ് അവർ ഉപയോഗിക്കുന്നത്? എന്തിനാലും പോകട്ടെ, എന്തിനാണ് ഈ CPO-മാർക്കെതിരെ നടപടിയെടുത്തത്? അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ എന്തിനാണ് കൂടെ പോയ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്? കണ്ണിൽ പൊടിയിടാൻ വേണ്ടി. അല്ല, കണ്ണിൽ പൊടിയിടാനല്ല. സർക്കാർ പറയുന്നത് എന്താണ്, അവര് മദ്യം കഴിച്ചിട്ടില്ല, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് എന്ത് ചെയ്യുന്നത്, ഈ CPO-മാർക്കെതിരെ നടപടിയെടുത്ത്? അതിനെക്കുറിച്ച് എന്താണ് പറയാത്തത്? അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് CPO-മാർക്കെതിരെ നടപടിയെടുത്ത് പേരിന് വേണ്ടി നടപടിയെടുക്കുന്നു. ഇവിടെ നമ്മളെ ഏറ്റവും വിചിത്രമായ കാര്യം, കള്ളന്മാർക്കോ അല്ലെങ്കിൽ ക്രിമിനലുകൾക്കെതിരായിട്ടല്ല എന്ത് ചെയ്യുന്നത് കേരള പോലീസ് നടപടിയെടുക്കുന്നത്, പോലീസുകാർക്കെതിരായിട്ടാണ് നടപടിയെടുക്കുന്നത്. അതൊരു വിചിത്രമായിട്ടുള്ളൊരു സംഭവമാണ്. മറുഭാഗത്താണെങ്കിൽ ഇപ്പോൾ ഹർഷ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു, സദാനന്ദൻ മാഷ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറ്റി നിർത്താം. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം, ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ വിനോദമാക്കിയ ഒരാളുടെ 2 കാലുകൾ അപഹരിച്ച ആളിനെ എന്ത് ചെയ്യുന്നു, കോടതി, അതായത് നമ്മുടെ പരമമായിട്ടുള്ള നീതിപീഠം തന്നെ കുറ്റക്കാരനാണെന്ന് ശിക്ഷിക്കുന്നു. ഇവിടെ ആരും എന്താണ്, കുറ്റാരോപിതരല്ല. ഇപ്പോൾ കൊടുസുനി ആയാലും അല്ലെങ്കിൽ സദാനന്ദൻ മാഷിന്റെ ഈ പറയുന്ന അക്രമത്തിലെ പ്രതികളായ ഇവരെയൊക്കെ കോടതി ശിക്ഷിച്ച ആളുകളാണ്, കൺവിക്റ്റ് ചെയ്ത ആളുകളാണ്. അപ്പോൾ അവരെ ജയിലിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, ജനപ്രതിനിധിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുൻ മന്ത്രി തന്നെ പോയി എന്ത് ചെയ്യുന്നു,
യാത്രയയപ്പ് നൽകുന്നു. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ പൊതുസമൂഹം ഇവിടുത്തെ നീതിന്യായ പീഠത്തെയും അല്ലെങ്കിൽ ഈ ഭരണകൂടത്തെയും എങ്ങനെയാണ് ഇവിടെ ടീച്ചർ അമ്മ എന്ന രീതിയിൽ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ബഹുമാനിച്ച വ്യക്തിത്വമാണ് ഈ പറയുന്ന കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകർ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകയായിട്ടിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മുൻ മന്ത്രിയായിട്ടിരുന്ന വ്യക്തി സമൂഹത്തിനെല്ലാം ഇപ്പോഴും മാതൃകയാവേണ്ട അവർ തന്നെ പോയി എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു പുതുതലമുറ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്നവർ അല്ലെങ്കിൽ പൊതുസമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ CPM ഒരു ഇരട്ടത്താപ്പ് നയം എന്നൊക്കെ പറയുന്ന രീതിയിലാണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പോലീസിനെതിരെ കേസെടുക്കുന്നു, പ്രതികൾക്കെതിരെ കേസെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് എടുക്കാത്തത്? പരോള് ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് ആ ഒരു വിഷയം പറഞ്ഞു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു C സദാനന്ദൻ മാസ്റ്ററുടെ കേസിലും വന്നിട്ടുള്ളത്. പ്രതികളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെ ജയിലിലേക്ക് അയക്കുമ്പോൾ എന്തോ ഒരു വലിയ സംഭവം ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ലൊരു കാര്യം രാജ്യത്തിന് വേണ്ടി ചെയ്ത വ്യക്തികളെ ജയിലിലേക്ക് അയക്കുന്ന രീതിയിലുള്ള യാത്രയയപ്പാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർക്ക് നൽകിയിട്ടുള്ളത്. അല്ല, ഇവിടെ അത് പരമ്പരാഗതമായിട്ട്, അതായത് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ അക്രമത്തിൽ പങ്കെടുക്കുന്നവർക്ക്, കൊലപാതകം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ ഒരു രക്തസാക്ഷി പരിവേഷം കൊടുത്തുകൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു, ഒരു മഹാരഥന്മാരാക്കി എന്ത് ചെയ്യുന്നു, ചിത്രീകരിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഒരു TP ചന്ദ്രശേഖരനെ പോലെ ഒരാളെ ക്രൂരമായി കൊലപ്പെടുത്തിയ അദ്ദേഹത്തെ മറ്റൊരു ഇരട്ടക്കൊലപാതകം, അതായത് ന്യൂമാഹിയിൽ നടന്ന ഒരു ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് കൊടിസുനിയെ എന്ത് ചെയ്യുന്നത്, തലശ്ശേരിയിലേക്ക് എത്തിക്കുന്നത്, അല്ല ആ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ സമയത്ത് പോലും എന്ത് ചെയ്യുന്നു, സ്വൈര്യവികാരം നടത്തുവാനും ഇത്തരത്തിലുള്ള വീണ്ടും 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 എന്ത് ചെയ്യുന്നു, പരോൾ വ്യവസ്ഥകൾ ലംഘിക്കുവാനും അദ്ദേഹത്തെ വയനാട് താമസിപ്പിച്ചപ്പോൾ അവിടുന്ന് SHO തന്നെ റിപ്പോർട്ട് കൊടുത്തു എന്താണ്, അദ്ദേഹം കർണാടകയിലേക്ക് എന്ത് ചെയ്തു, അനുമതിയില്ലാതെ പോകുന്നു. അപ്പോൾ ഇവരെ എന്ത് ചെയ്തേക്കാണ്, അഴിച്ചു വിട്ടിരിക്കുകയാണ്. പേരിന് മാത്രം എന്ത് ചെയ്യുന്നു, അവർ ജയിലിലാണ് അല്ലെങ്കിൽ അവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഉല്ലാസത്തിനും അല്ലെങ്കിൽ എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങൾക്കും പുറത്ത് സ്വൈര്യവികാരം നടത്തുകയാണ്. കാര്യം ഇപ്പോൾ ഇതേ സംഭവം ഉണ്ടായപ്പോൾ തന്നെയാണ് TP കേസിലെ 1-ാം പ്രതി മുഹമ്മദ് റാഫിക്ക് എന്ത് ചെയ്യുന്നു, പരോൾ അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നു, TP കേസിലെ പ്രതികളെ അവിടെ സർക്കാർ എന്ത് ചെയ്യുന്നു, അവരെ പേടിച്ച് അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ മുട്ടുമടക്കി കേരളത്തിലെ ആഭ്യന്തര വകുപ്പും അല്ലെങ്കിൽ ജയിൽ വകുപ്പും നിൽക്കുന്ന ഒരു ദയനീയമായിട്ടുള്ള കാഴ്ചയാണ്. മറുഭാഗത്ത് എന്ത് ചെയ്യുന്നു, കൊലപാതകങ്ങളിലേക്ക് പോകുന്ന ആളുകളെ എന്താണ് അവരിൽ നിന്ന് അർത്ഥമാക്കുന്നത്? കൊലപാതകം നടത്തി കോടതി പോലീസ് പ്രതിയാക്കി, നമുക്ക് പറയാം ഒരു കുറ്റാരോപിതർ മാത്രമേ ആയിട്ടുള്ളൂ, കോടതി തന്നെ അവരെ കുറ്റക്കാരായിട്ട് വിധിച്ച ഒരു കേസിൽ അവിടുത്തെ ഈ ആളുകൾ ഇത്തരത്തിലുള്ള യാത്രയയപ്പ്, അതും ഇത്രയും സമന്വിതരായ നേതാക്കന്മാർ നടത്തുമ്പോൾ പൊതുസമൂഹം എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഇവിടെ അക്രമത്തെയാണ് എന്ത് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ C സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത സമയത്ത് വളരെയധികം വിമർശനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ പറയുന്നത് പോലെ, പക്ഷെ ആ ഒരു സമയത്ത് അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടായിരുന്നു വാർത്തകളൊക്കെ വന്നിരുന്നത്, പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു രീതിയിൽ യാത്രയയപ്പ് നൽകി അല്ലെങ്കിൽ ഈ പ്രതികളെ പുറത്തു കൊണ്ടുവന്ന് അല്ലെങ്കിൽ പ്രതികളെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുകയും അതുപോലെ തന്നെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. 31 വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന C സദാനന്ദൻ മാസ്റ്റർക്ക് നീതി ലഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നതിന് പകരം ഈ ഒരു പ്രതികളായിട്ടുള്ള വ്യക്തികളെ തന്നെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത്, അടുത്തൊരു തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ CPM-ന് എതിരായിട്ട് വരില്ലേ? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ബാലൻസിങ്, അതായത് കണ്ണൂരിലെ കോട്ടകൾ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ടി ഗ്രാമങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി മറ്റുള്ളവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അല്ലെങ്കിൽ ജനാധിപത്യ ബോധത്തെയും അട്ടിമറിക്കുവാൻ വേണ്ടി ക്രിമിനലുകളുടെ ഒരു കൂട്ടമില്ലാതെ അല്ലെങ്കിൽ ക്രിമിനലുകളുടെ ഒരു പശ്ചാത്തലമില്ലാതെ അവർക്ക് അവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കാര്യം എന്താണ്, അതുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യാൻ കഴിയാത്തത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും CPM-ന്റെ നേതാക്കന്മാർക്കെതിരെയും അല്ലെങ്കിൽ പല കാര്യങ്ങളും പാർട്ടി പ്രവർത്തകർ പാർട്ടി സമ്മേളനങ്ങളിൽ ചോദിക്കുമ്പോൾ കണ്ണൂരിൽ ഇതൊന്നും ഉണ്ടാകുന്നില്ല. കാര്യം എന്താണ്, കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പ്രത്യേക സോണിലാണ് അല്ലെങ്കിൽ ഒരു റെഡ് സോണിലാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും നിർത്തിക്കൊണ്ടു പോകുന്നത്. അവിടെ ഇതൊക്കെ എന്താകുന്നു, അവിടെ കൊലപാതകം ചെയ്തവർ എന്ത് ചെയ്യുന്നു, വീരപുരുഷന്മാരാകുന്നു, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു, ജയിലിൽ അടക്കപ്പെട്ടാൽ അവർക്ക് എന്ത് ചെയ്യുന്നു, സ്വൈര്യവികാരം നടത്താൻ സാധിക്കുന്നു. കണ്ണൂർ ജയിലിനെ സംബന്ധിച്ചിടത്തോളം ക്രിമിനലുകളുടെ എന്താണ്, പാർട്ടി തടവുകാരെ കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഗോവിന്ദചാമിക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയുന്നത്, അവിടുന്ന് ചാടി രക്ഷപ്പെടാൻ കഴിയുന്നത്. അപ്പോൾ വളരെ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യം, അവിടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ എന്ത് സുരക്ഷ കൊടുക്കാൻ കഴിയും? അവിടെ ആർക്ക് അവിടെ നിന്ന് ഒരു ഫോൺ പിടിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് ലഹരി പിടിക്കാൻ കഴിയത്തില്ല. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, പോലീസുകാർക്കെതിരെ അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, നടപടി വിടുന്നു. ഇത് ഉപയോഗിച്ചവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നില്ല,
അവർക്കെതിരെ നടപടിയില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും പല കുറ്റകൃത്യങ്ങളും പോലീസുകാർ തന്നെ കണ്ടില്ലെന്ന് നടിക്കുന്നത്. കാര്യം അവരുടെ ജോലിക്ക് ഒരു ഭീഷണിയാവുന്ന രീതിയിലായിരിക്കും ഈ ഒരു കാര്യങ്ങൾ പുറത്തു വന്നാൽ. അല്ല, അവരുടെ അതായത് ഈ പറയുന്ന കൊടും കുറ്റകൃത്യങ്ങൾ, അതായത് CPM-മായി ബന്ധപ്പെട്ടിട്ട് TP ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടുള്ള കൊടും കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം അവർ പാർപ്പിച്ച ജയിലുകളൊക്കെ തന്നെ ആ പ്രതികൾ നിയന്ത്രിക്കുന്ന സാഹചര്യമാണ്. കാരണം അവരുടെ പിൻബലം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കാണ്. കാര്യം അവരെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കുറ്റകൃത്യം തടയാൻ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ശ്രമിക്കുകയോ ചെയ്താൽ അവരെ അപ്പോൾ തന്നെ ആ ജയിലിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, നീക്കം ചെയ്യുന്ന സാഹചര്യമാണ്. ഇവിടെ ജനാധിപത്യമായിട്ടുള്ള കേരളത്തിൽ പ്രതികൾ, അതായത് ഒരു ക്രിമിനലുകൾ തന്നെയാണ് ജയിലിൽ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതെന്ന് പറയുന്നത്. ഇത്രയും ദൃശ്യങ്ങൾ പുറത്തു വന്നു, അല്ലെങ്കിൽ വാർത്തകൾ പുറത്തു വന്നു, പോലീസുകാർക്കെതിരെ നടപടി എടുത്തു. ഇനിയും എന്ത് പറയുന്നു? സർക്കാർ പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ തെളിവില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ അവർ മദ്യപിച്ചതിന് തെളിവില്ല എന്ന് പറയുന്നു. ഇനി എന്ത് തെളിവാണ് വേണ്ടത്? എന്ത് തെളിവാണ് വേണ്ടത്? അപ്പോൾ ആ കാര്യം കൂടി വ്യക്തമാക്കിയാൽ വളരെ നല്ലതായിരിക്കും.